നമ്മുടെ ഒരു ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ രാവിലെ ചെയ്യേണ്ട 8 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ഒരു ദിവസം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എല്ലാവരിലും ഒരേപോലെ നടക്കണമെന്നില്ല. നമ്മൾ കണ്ണു തുറന്ന ആദ്യ നിമിഷം തന്നെ അള്ളാഹുവിനെ ഓർക്കാൻ കഴിഞ്ഞാൽ ആ ദിവസം എത്ര മനോഹരമായി തുടങ്ങും. നമ്മുടെ ഉറക്കത്തിൽ നിന്ന് നമ്മളെ വീണ്ടും ഉണർത്തിയത് അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിന്റെ പ്രഭാതം തുടങ്ങേണ്ടത് അള്ളാഹുവിന്റെ സ്മരണയോടെയാണ്. ഇന്ന് നമുക്ക് നോക്കാം. രാവിലെ എഴുന്നേറ്റ ഉടൻ ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ട 8 പ്രധാന കാര്യങ്ങൾ. ഒന്നാമതായിട്ട് അള്ളാഹുവിനെ സ്തുതിക്കുക. രാവിലെ കണ്ണ് തുറക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അള്ളാഹുവിന് നന്ദി പറയുക എന്നതാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എത്ര കാര്യങ്ങളാണ് നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തുള്ളത്. പക്ഷേ രാവിലെ വീണ്ടും കണ്ണു തുറന്നു. ശ്വാസമുണ്ട്, ജീവിതമുണ്ട്, പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്, പ്രവർത്തിക്കാനും അവസരമുണ്ട്, അള്ളാഹുവിനെ ഓർക്കാനും അവസരമുണ്ട്. ഇതെല്ലാം തന്നെ വലിയ അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് എഴുന്നേറ്റ ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദുആ ചൊല്ലാം. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിൻ നുശൂർ. ഇതിന് അർത്ഥം എന്തെന്നാൽ ഞങ്ങളെ മരണസമാനമായ ഉറക്കത്തിന് ശേഷം ജീവിപ്പിച്ച അള്ളാഹുവിന് സ്തുതി. അവന്റെ അടുക്കലേക്കാണ് മടക്കം. ഒരു ദിവസം കൂടി ജീവിക്കാൻ അവസരം ലഭിച്ചതിന്റെ നന്ദിയോടെ ദിവസം തുടങ്ങുക. രണ്ടാമതായിട്ട് ഫോൺ മാറ്റിവെക്കുക. ഇത് ചെറിയ കാര്യമാണെന്ന് തോന്നാം, പക്ഷേ ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. കണ്ണു തുറന്ന ഉടനെ ഫോൺ എടുത്താൽ നമ്മുടെ മനസ്സ് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പോകും. ആരുടെയോ പുതിയ ഫോട്ടോ, ആരുടെയോ പുതിയൊരു സ്റ്റാറ്റസ്, ആരുടെയോ സന്തോഷം. ഇതെല്ലാം നമ്മളെ അന്നത്തെ ജീവിതം മാറ്റിമറിക്കാൻ സാഹചര്യം കൂട്ടും. ആരുടെയോ പ്രശ്നം. അങ്ങനെ നമ്മുടെ ദിവസം തുടങ്ങും. അതിനു പകരം ആദ്യം കുറച്ച് മിനിറ്റുകൾ അള്ളാഹുവിനായി മാറ്റിവെക്കാൻ ശ്രമിക്കുക. ആദ്യം ദുആ ചെയ്യുക, പിന്നെ വുളു എടുക്കുക, പിന്നെ നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക, നിസ്കരിക്കുക. അതിനുശേഷം വേണമെങ്കിൽ ഫോൺ നോക്കാം. മൂന്നാമതായി രാവിലെ വുളു ചെയ്യുക. രാവിലെ വുളു ചെയ്യുന്നത് നമ്മുടെ ശരീരം ഫ്രഷ്നെസ്സോടെ നിൽക്കാൻ, രാവിലെ ശരീരവും മനസ്സും പുതുക്കാനുള്ള മനോഹരമായ ഒരു മാർഗം കൂടിയാണ് വുളു എടുക്കൽ. പ്രത്യേകിച്ച് ഫജ്ർ നമസ്കാരത്തിനായി എഴുന്നേൽക്കുമ്പോൾ വുളു ചെയ്ത് അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്നത് ദിവസത്തിന് തന്നെ മറ്റൊരു അനുഭവം നൽകും. ഉറക്കത്തിന്റെ മന്ദത മാറും, മനസ്സ് ശാന്തമാകും, നമസ്കാരത്തിനായി നമ്മൾ തയ്യാറാകും. അതുകൊണ്ട് കഴിയുന്നത്ര വുളുവോടെയും ശുചിത്വത്തോടെയും ദിവസം ആരംഭിക്കാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കണം. നാലാമതായിട്ട് ഫജ്ർ നമസ്കാരം. രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫജ്ർ നമസ്കാരം. എത്ര തിരക്കുണ്ടെങ്കിലും എത്ര ഉറക്കം വന്നാലും നമ്മുടെ ദിവസം അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നതിലൂടെ തുടങ്ങുന്നത് വലിയ അനുഗ്രഹമാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഇന്ന് അലാറം കേട്ടില്ല, എന്ന് കുറച്ച് വൈകിപ്പോയി, നാളെ മുതൽ കൃത്യമായി നമസ്കരിക്കാം. പക്ഷെ ആ നാളെ പലപ്പോഴും വരാറില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ തന്നെ ശ്രമിക്കാം. അലാറം വെക്കുക, നേരത്തെ ഉറങ്ങുക, ആവശ്യമെങ്കിൽ വീട്ടിലുള്ള ഒരാളെ നമ്മളെ വിളിച്ചുണർത്താൻ പറയുക. ഫജ്ർ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കണം. അഞ്ചാമതായിട്ട് രാവിലത്തെ ദിക്റും ദുആകളും. രാവിലെ കുറച്ചു സമയം അള്ളാഹുവിനെ ഓർക്കാൻ മാറ്റിവെക്കുക. ദിക്ർ എന്നത് വലിയൊരു കാര്യമായി മാത്രം കാണേണ്ടതില്ല. നമ്മുടെ നാവിലൂടെ അള്ളാഹുവിനെ സ്മരിക്കുക, ഇസ്തിഗ്ഫാർ ചെല്ലുക. ഇതൊക്കെയാണ് നമ്മളെ ഒരു ദിവസം മനോഹരമാക്കാൻ സഹായിക്കുക. ദുആ ചെയ്യുക. അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ ഓരോന്നായിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ പറയുക. നമ്മുടെ വിഷമങ്ങൾ പറയുക. നമ്മുടെ കുടുംബത്തിനായി ദുആ ചെയ്യുക. മക്കൾക്കായി ദുആ ചെയ്യുക. നമ്മുടെ ഭാവിക്കായി ദുആ ചെയ്യുക. സങ്കടങ്ങൾ മാറിക്കിട്ടാൻ, സമാധാനം കിട്ടാൻ. കാരണം നമ്മളെക്കുറിച്ച് നമ്മളെക്കാൾ നന്നായി അറിയുന്നത് അള്ളാഹുവാണ്. ആറാമതായിട്ട് ഖുർആന് സമയം നൽകുക. രാവിലെ ദിവസവും കുറച്ച് ഖുർആൻ വായിക്കാൻ ശ്രമിക്കുക. ഒരു പേജ് മാത്രമായാലും ഒരു ആയത്തിൽ കുറിച്ച് ആയാലും മതി, ഒരു സൂറത്ത് മാത്രമായാലും മതി. പ്രധാനപ്പെട്ടത് സ്ഥിരതയാണ്. നമ്മുടെ ദിവസം സോഷ്യൽ മീഡിയയിലെ വീഡിയോകളിലൂടെ മാത്രം നിറയ്ക്കാതെ അള്ളാഹുവിന്റെ വചനങ്ങൾക്കായും കുറച്ച് സമയം മാറ്റിവെക്കാം. ചില ദിവസങ്ങളിൽ മനസ്സ് ഭാരപ്പെട്ടിരിക്കാം, ചില ദിവസങ്ങൾ പ്രശ്നങ്ങൾ കൂടുതലായിരിക്കാം. അപ്പോഴൊക്കെ ഖുർആൻ വായിക്കുന്ന മനസ്സിന് ലഭിക്കുന്ന ആശ്വാസം വേറിട്ടതാണ്. ഏഴാമതായിട്ട് ദിവസത്തെ നല്ല ഇന്റൻഷൻ തുടങ്ങുക. രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ നമ്മളോട് തന്നെ ഒരു ചെറിയ തീരുമാനം എടുക്കുക. ഇന്ന് ഞാൻ ആരെയും വേദനിപ്പിക്കില്ല. ഇന്ന് ഞാൻ എൻ്റെ നമസ്കാരം ശ്രദ്ധിക്കും. ഇന്ന് ഞാൻ മാതാപിതാക്കളോട് നല്ല രീതിയിൽ സംസാരിക്കും. ഇന്ന് ഞാൻ എൻ്റെ കുടുംബത്തോട് സ്നേഹത്തോടെ പെരുമാറും. ഇന്ന് ഞാൻ എൻ്റെ സമയം പാഴാക്കാതെ ഉപയോഗിക്കും. ഇന്ന് ഞാൻ എൻ്റെ ജോലികളെല്ലാം വേഗത്തിൽ തീർക്കും. ഇന്ന് ഞാൻ എൻ്റെ മക്കളോട് നല്ല രീതിയിൽ നിൽക്കും. ഇങ്ങനെയുള്ള നല്ല തീരുമാനങ്ങൾ നമ്മുടെ ദിവസത്തെ തന്നെ മാറ്റും. കാരണം വലിയ മാറ്റങ്ങൾ പലപ്പോഴും ചെറിയ തീരുമാനങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. എട്ടാമതായിട്ട്
എല്ലാം അള്ളാഹുവിനെ ബരമേൽപ്പിക്കുക. രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. ഇന്ന് എന്താകും, ജോലി എങ്ങനെയാകും, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസ്ഥ നാളെ എന്താകും, കുട്ടികളുടെ കാര്യങ്ങൾ എങ്ങനെയാകും, വീട്ടിലെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും, പണം എങ്ങനെ മാനേജ് ചെയ്യും, ഭാവി എന്താകും, സമാധാനം എങ്ങനെ കിട്ടും, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം പറയാനുണ്ടെങ്കിൽ ചെയ്യാനുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യും. ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ രാവിലെ തന്നെ സ്ട്രെസ് ആകാറുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ നാളെയെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായി അറിയില്ല, പക്ഷെ അള്ളാഹുവിന് എല്ലാം അറിയാം. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി വഴക്കുണ്ടാക്കി നാളെ എന്താവുമെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുക, പിന്നെ കാര്യങ്ങൾ അള്ളാഹുവിൽ ഏൽപ്പിക്കുക. അപ്പോൾ നമ്മൾ ഇന്നു മുതൽ രാവിലെ എഴുന്നേറ്റ് ഉടൻ ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കണ്ടല്ലോ. അള്ളാഹുവിനെ സ്തുതിക്കുക, ഫോൺ മാറ്റിവെക്കുക. ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. നമ്മൾ കുട്ടികളായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം നമ്മൾ ടയേർഡായിട്ട് ഇനി ഒരുപാട് ജോലികൾ ബാക്കി കിടക്കുന്നുണ്ടല്ലോ എന്ന് നമുക്കൊരു സങ്കടം മനസ്സിൽ വരും. ഒരാളും സഹായിക്കാതെ നമ്മുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മറ്റൊരാൾ അറിയാതെ ജീവിക്കുമ്പോൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ഒരൊറ്റ ദിക്ർ നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരുന്നാൽ നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടും. അതേപോലെ അത് നമ്മൾക്കൊരു ദിക്റായി മാറും, ഒരു പ്രതിഫലമായി കിട്ടും. അതോടൊപ്പം തന്നെ നമ്മൾ മക്കളോട് ദേഷ്യപ്പെടുന്നത് മാറിക്കിട്ടും, നമ്മളെ ജോലികൾ വേഗം തന്നെ കഴിഞ്ഞു കിട്ടും. ഒരുപാട് കാലങ്ങളോളം നമ്മൾ വിഷമിച്ച് നടക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെ മനസ്സിന് സമാധാനം കിട്ടും. കാരണം അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരിക്കലും വീഴാതിരിക്കുക എന്നതല്ല, വീണു പോയാലും വീണ്ടും എഴുന്നേറ്റ് അള്ളാഹുവിലേക്ക് തിരികെ വരിക എന്നതാണ്. അള്ളാഹു നമ്മുടെ എല്ലാ ദിവസങ്ങളിലും ബർക്കത്തും സമാധാനവും നൽകും. ചില ദിവസങ്ങൾ ഇതെല്ലാം ഉണ്ടാവാതിരിക്കും. എല്ലാ ദിവസവും ഒരുപോലെയല്ല, എല്ലാ ദിവസവും ചീത്തതും ഉണ്ടാവും, അതിൽ നല്ലതും ഉണ്ടാവും. നമ്മുടെ ദുആകളെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.